ഇന്നത്തെ പഠനം നമുക്ക് പ്രാർത്ഥനയ്ക്ക് ശേഷം ആരംഭിക്കാം. ശ്രീ മഹാഗണപതേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഹരി ഓം. അപ്പോൾ സ്ത്രീലിംഗ ശബ്ദങ്ങൾ നമ്മൾ സംസ്കൃതത്തിൽ സ്ത്രീലിംഗ പദങ്ങൾ പഠിച്ചിരുന്നു. അത് ആകാരാന്ത സ്ത്രീലിംഗ പദങ്ങളാണ് പഠിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈകാരാന്ത സ്ത്രീലിംഗ പദങ്ങൾ അത് കുറച്ച് വ്യത്യസ്തമാണ്. അതിന്റെ വചന രൂപങ്ങൾ വരുമ്പോൾ ആകാരാന്തത്തിന്റെ അതേ രൂപങ്ങളല്ല വരുന്നത്, കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രൂപത്തിലാണ് അതിന്റെ ദ്വിവചനവും ബഹുവചനവും വരുന്നത്. അപ്പൊ അത് എങ്ങനെയാണെന്നുള്ളത് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഇന്നത്തെ പഠനം നമുക്ക് ആരംഭിക്കാം. ഈകാരാന്ത സ്ത്രീലിംഗ ശബ്ദാഹ വചനരൂപാണി. ഈകാരാന്ത സ്ത്രീലിംഗ ശബ്ദ വചനരൂപങ്ങൾ. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചത് ആകാരാന്ത സ്ത്രീലിംഗ ശബ്ദങ്ങളാണ് പഠിച്ചത്. സാധാരണയായിട്ടും സംസ്കൃതത്തിൽ ധാരാളമായിട്ടും കാണുന്ന സ്ത്രീലിംഗ പദങ്ങളെന്ന് പറയുന്നത് ഈ ആകാരാന്തമാണ്. അപ്പോൾ അത് അല്ലാത്തതും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഈകാരാന്ത സ്ത്രീലിംഗ ശബ്ദങ്ങൾ. അതിൻ്റെ വചനരൂപങ്ങൾ വരുമ്പോഴത്തേക്കും അത് ആകാരാന്തം പോലെ അല്ല വരുന്നത്, വളരെ വ്യത്യാസമുണ്ട് അതിൻ്റെ രൂപങ്ങൾ വരുമ്പോൾ. അപ്പോൾ ഈകാരാന്തം എന്ന് പറയുമ്പോൾ ഈകാരാന്തഃ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ എന്ന സ്വരാക്ഷരത്തിൽ അവസാനിക്കുന്ന പദങ്ങളാണ്. അപ്പോൾ അതിൻ്റെ വചന രൂപങ്ങൾ എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് ഉദാഹരണങ്ങൾ ആയിട്ട് നോക്കാം. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്, മേളിൽ കൊടുത്തിരിക്കുന്ന കാ, കേ, കാഹ, അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതായത് സ്ത്രീലിംഗ ശബ്ദങ്ങൾ അതിനോട് ചോദ്യം ചോദിക്കുമ്പോൾ, സ്ത്രീലിംഗ പദങ്ങളോട് ചോദ്യം ചോദിക്കുന്ന പദം കിം ശബ്ദത്തിന്റെ രൂപങ്ങളാണ്, അതിന്റെ വചന രൂപങ്ങൾ. കാ എന്ന് പറയുമ്പോൾ ഒരെണ്ണം, ദ്വിവചനം വരുമ്പോൾ കേ എന്ന് ചോദിക്കും, ബഹുവചനമാകുമ്പോൾ കാഹ, കാ, കേ, കാഹ. അതാണ് അതിൻ്റെ ചോദ്യത്തിനുള്ള പദങ്ങൾ. ഇനി അടുത്ത നമുക്ക് ഓരോ ഈകാരാന്ത പദങ്ങളായിട്ട് നോക്കാം. ഇവിടെ ആദ്യത്തെ കൊടുത്തിരിക്കുന്നത് നർത്തകി. നർത്തകി ഒരു നർത്തകിയുടെ ചിത്രമാണ്. അപ്പൊ അതിന്റെ ദ്വിവചന രൂപം രണ്ടുപേര് വരുമ്പോൾ അതിന്റെ രൂപം മാറുകയാണ്. നർത്തക്യൗ, നർത്തക്യൗ. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ആകാരാന്ത ശബ്ദം സ്ത്രീലിംഗ ശബ്ദത്തിന്റെ വചന രൂപങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് ആയിട്ട് നമ്മൾ ഇവിടെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ വ്യത്യസ്തമാണ്. ഇപ്പൊ ആകാരാന്ത ശബ്ദം, ഇപ്പൊ ഉദാഹരണം നമ്മൾ പഠിച്ചത് ശാല എന്നൊരു ശബ്ദം പഠിച്ചു. ശാല, അതിന്റെ ദ്വിവചന രൂപം വരുമ്പോൾ ശാലേ എന്നാണ് വരുന്നത്. ശാലേ. ബഹുവചനമാകുമ്പോൾ ശാലാഹ, ശാല, ശാലേ, ശാലാഹ. അപ്പൊ ഇവിടെ പക്ഷെ നമ്മൾ ഇവിടെ ഈകാരാന്ത രൂപം, ഈകാരാന്ത സ്ത്രീലിംഗ പദമായതുകൊണ്ട് അതിന്റെ രൂപം വരുമ്പോൾ ദ്വിവചനത്തില് ഇപ്പൊ നർത്തകി എന്നുള്ള വേർഡാണ്. അപ്പം നർത്തക്യവ്. അപ്പൊ അത് നമ്മൾ എങ്ങനെയാണ് അത് എങ്ങനെ ചെയ്യണം, അതിന്റെ ദ്വിവചന രൂപം അതിലോട്ട് മാറ്റുമ്പം നമുക്ക് എളുപ്പ വഴിയുണ്ട്. അതായത് ഈ ഈകാരാന്ത ശബ്ദം, ഈകാരാന്തം വന്നിരിക്കുന്ന അതിന്റെ അന്തം എന്ന് പറയുന്ന ഈകാരാന്തം, ആ അന്തം വന്നിരിക്കുന്നത് ഏത് അക്ഷരത്തിലാണ് എന്ന് നോക്കുക. ഈകാരാന്തം ചേർന്ന് വന്നിരിക്കുന്നത് ഏത് അക്ഷരമാണെന്ന് നോക്കുക. ആ അക്ഷരത്തിനോടൊപ്പം യാ എന്ന അക്ഷരം ചേർക്കുക. അപ്പം അത് കൂട്ടക്ഷരമാവും, കൂട്ടക്ഷരമായിട്ട് മാറും. അപ്പൊ ഇവിടെ നമുക്ക് നർത്തകി എന്ന പദം എടുക്കുക. നർത്തകി എന്ന പദം എടുക്കുമ്പോൾ ഈകാരാന്ത ശബ്ദം അവിടെ വന്നിരിക്കുന്നത്, ഈ എന്ന സ്വരാക്ഷരം ചേർന്ന് വന്നിരിക്കുന്നത് കായിനോട് കൂടെയാണ്, കാ എന്ന വ്യഞ്ജനാക്ഷരത്തിനോട് കൂടെയാണ്. അപ്പൊ ആ കായിലായിരിക്കണം നമ്മൾ യാ എന്ന അക്ഷരം ചേർക്കേണ്ടത്. ക്യ, കായുടെ കൂടെ യാ ചേരുമ്പോൾ ക്യ എന്ന കൂട്ടക്ഷരം കിട്ടും. അപ്പോൾ നർത്തകി എന്നുള്ളതിന്റെ ദ്വിവചനം വരുമ്പോൾ നർത്തക്യോ, അതിന്റെ കൂടെ ഒരു ഔവും കൂടെ ചേർക്കുക.
അത് നമ്മൾ ഇതിന്റെ അകാരാന്ത പുല്ലിംഗ ശബ്ദത്തിന്റെ ബഹുവചനം ദ്വിവചന രൂപത്തിൽ അത് ആ പുല്ലിംഗ ശബ്ദത്തിന്റെ ദ്വിവചനത്തിൽ അതേപോലെ ഔ എന്ന ശബ്ദം വരുന്നുണ്ട്. ബാലകഹ എന്നുള്ള ശബ്ദം എടുക്കുകയാണെങ്കിൽ ബാലകൗ എന്നാണ് വരുന്നത് ദ്വിവചനം. അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെ നർത്തക്യൗ എന്ന് വരും. അപ്പൊ കായുടെ കൂടെ യാ ചേർക്കുക, ഔവും കൂടെ ചേർക്കുക. അപ്പൊ നർത്തക്യൗ, നർത്തകി, നർത്തക്യൗ. ഇനി ബഹുവചന രൂപം വരുമ്പോ അവിടെ ആ കായുടെ കൂടെ യാ ചേർത്ത് അവിടെ നിർത്തുക, അത്രയും മതി. നർത്തക്യഹ. എന്നിട്ട് ലാസ്റ്റ് ഒരു വിസർഗം ചേർക്കുക. അപ്പൊ അത് ബഹുവചന രൂപമായി. നർത്തക്യഹ, നർത്തകി, നർത്തക്യൗ, നർത്തക്യഹ. ഇത് ഒരു രൂപം നമ്മൾ ഒരു ഈകാരാന്ത സ്ത്രീലിംഗ പദത്തിന്റെ ദ്വിവചനവും ബഹുവചന രൂപവും നമ്മൾ പഠിച്ചു വെച്ചിരുന്നാൽ അതേ പദം അതേ രൂപം തന്നെ ആയിരിക്കും ബാക്കിയുള്ള എല്ലാ ഈകാരാന്ത സ്ത്രീലിംഗ പദങ്ങൾക്കും വരുന്നത്. ഇനി അടുത്ത് നമുക്ക് അത് തന്നെ ഒരു ഉദാഹരണം നോക്കാം. നാരി എന്നുള്ളതാണ്, സ്ത്രീ എന്നുള്ള അർത്ഥം. അത് ആ പദത്തിന്റെ ദ്വിവചനം വരുമ്പോൾ ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞു, നമ്മൾ അവസാനം ഈകാരാന്തം ഏത് അക്ഷരത്തിന്റെ കൂടെയാണ് വന്നിരിക്കുന്നത് നോക്കുക. അപ്പം ഇവിടെ രായാണ്, രീ, രായുടെ കൂടെയാണ് ഈ ചേർന്ന് വന്ന് രീ ആയി. അപ്പൊ രായിലായിരിക്കണം നമ്മൾ യാ ചേർക്കേണ്ടത്. അപ്പൊ നാരി എന്നുള്ളതിന്റെ ദ്വിവചനം വരുമ്പോ നാര്യൗ എന്ന് വരും. അപ്പൊ അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. രാ ഒരു ശബ്ദത്തില്, രാ ഒരു പദത്തില് വരുമ്പോ ഒരു അക്ഷരത്തിന്റെ കൂടെ ചേർന്ന് വരുമ്പോ അതിന്റെ രൂപം ഇങ്ങനെ ഒരു വളഞ്ഞ ഒരു ചിഹ്നം ഇടും. അപ്പൊ അതാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. നാര്യൗ എന്ന് വരും. അടുത്തത് അതിന്റെ ബഹുവചന രൂപം വരുമ്പോ നാര്യഹ, നാര്യഹ. അപ്പൊ നാരി, നാര്യൗ, നാര്യഹ. അപ്പൊ ഇതാണ് ഇതിന്റെ ഈ ശബ്ദത്തിന്റെ വചന രൂപം. ഇനി അടുത്തത് നോക്കാം. അടുത്തത് ഘടിയാണ്, ഘടി. അപ്പം ക്ലോക്ക്. അതിൻ്റെ ദ്വിവചനം വരുമ്പോൾ അവിടെ ടായാണ്. ടാ എന്ന ശബ്ദം ഏതിലാണ് ആ ഈകാരാന്ത ചേർന്ന് വരുന്നത് അതിൻ്റെ ആ അക്ഷരത്തിൻ്റെ കൂടെയാണ് നമുക്ക് യാ ചേർത്ത് കൊടുക്കേണ്ടത്. അത് നോക്കിയാൽ മതി. അപ്പം ഇവിടെ എന്ന ശബ്ദം സ്വരാക്ഷരം വന്നിരിക്കുന്നത് ടായുടെ കൂടെയാണ്. അപ്പം ഘടി എന്നുള്ള ടി എന്നുള്ളതിൻ്റെ കൂടെ, അപ്പം ടായുടെ കൂടെയാണ് നമ്മളിവിടെ യാ ചേർക്കേണ്ടത്. അപ്പം ഖഡ്യൗ, ഖഡ്യൗ. അത് ബഹുവചനത്തിലാവുമ്പോൾ ഖഡ്യഹ, ഖഡ്യഹ. അടുത്തത് ചാലനി, ചാലനി. അത് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇത് ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു സീവിൻ്റെ അല്ലെങ്കിൽ ഒരു അരിപ്പ ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ചാലനി എന്ന് പറഞ്ഞ ശബ്ദം നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ അവസാനത്തെ അക്ഷരം എന്ന് പറയുന്നത് നീ ആണ്. നീ, നായുടെ കൂടെയാണ് ഈകാരാന്തം ചേർന്ന് വന്നിരിക്കുന്നത്. അപ്പം നായിലായിരിക്കണം നമ്മൾ യാ ചേർത്ത് പറയേണ്ടത്, ദ്വിവചനത്തിലും ബഹുവചനത്തിലും. നായുടെ കൂടെ യാ ചേർന്ന് ന്യ ആവണം. അപ്പം ചാലനി, ചാലന്യൗ എന്നാവും. നായുടെ കൂടെ യാ വരുമ്പോൾ ന്യ, അതിൻ്റെ കൂടെ ഒരു ഔ ചേർക്കണം ദ്വിവചനത്തിൽ. ചാലന്യൗ. അതുപോലെ ബഹുവചനമാവുമ്പോൾ ചാലന്യഹ, ചാലനി, ചാലന്യൗ, ചാലന്യഹ. അടുത്തതായിട്ട് അതേപോലത്തെ ഒരു ഇത് തന്നെയാണ് നായുടെ നാ ശബ്ദമുള്ള ഒരു വാക്ക് തന്നെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ലേഖനി, പെൻ, പേന. ലേഖനി. അപ്പോൾ അതിലും നാ തന്നെയാണ്. നായുടെ കൂടെ യാ ചേർന്ന് ദ്വിവചനത്തിലും ബഹുവചനത്തിലും വരണം. അപ്പം ദ്വിവചനത്തിൽ വരുമ്പോൾ ലേഖന്യൗ, ലേഖന്യൗ. ബഹുവചനമാകുമ്പോൾ ലേഖന്യഹ, ലേഖനി, ലേഖന്യൗ, ലേഖന്യഹ. ഇനി അടുത്തതായിട്ട് ഇവിടെ ചിത്രം കാണിച്ചിരിക്കുന്നത് നദി, ഒരു റിവറിൻ്റെ ചിത്രമാണ് കാണിച്ചിരിക്കുന്നത്. നദി. അപ്പം അതിൽ ഈകാരാന്തം ചേർന്ന് വന്നിരിക്കുന്നത് ദാ എന്ന അക്ഷരത്തിലാണ്. ദാ എന്ന വ്യഞ്ജനാക്ഷരത്തിൻ്റെ കൂടെയാണ് ഈകാരാന്തം വന്നിരിക്കുന്നത്. അപ്പം ദായുടെ കൂടെ ആയിരിക്കണം നമ്മൾ യാ ചേർക്കേണ്ടത്. അപ്പം ദായുടെ കൂടെ യാ ചേർക്കുമ്പോൾ
അതിൻ്റെ കൂട്ടക്ഷരം അത് നമ്മൾ മുമ്പ് ആദ്യത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ദ്യ എന്നൊരു ആ രൂപം വരുമ്പോൾ അതിനൊരു പുതിയ രൂപമാണ് വരുന്നത്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നദി, നദ്യൗ എന്ന് വരും, നദ്യൗ. ഇനി ബഹുവചനം വരുമ്പോൾ നദ്യഹ, നദ്യഹ. അപ്പോൾ ഇത്രയുമാണ് ഈകാരാന്ത ശബ്ദത്തിൻ്റെ, ഈകാരാന്ത സ്ത്രീലിംഗ പദത്തിൻ്റെ വചനരൂപങ്ങൾ പറഞ്ഞു തന്നത്. ഇനി അടുത്തത് നമുക്ക് ഇന്ന് പഠിക്കേണ്ടത് അതേ അല്ല, അതായത് നമ്മൾ എസ് ഓർ നോ എന്ന് പറയുന്നത്, അതിന് നമ്മൾ സംസ്കൃതത്തിൽ പറയുന്നത് ആം. അതേ എന്നാണെങ്കിൽ ആം എന്ന് പറയും. അല്ല, അത് തെറ്റാണ്, അല്ല എന്നുള്ളതിന് ന എന്ന് പറയും. അപ്പോൾ അതിന് നമുക്ക് കുറച്ച് ഉദാഹരണങ്ങളിലൂടെ അതെങ്ങനെയെന്ന് പഠിക്കാം. അപ്പോൾ ഇവിടെ കുറച്ച് ചിത്രങ്ങൾ കാണിച്ചിട്ടുണ്ട്. അത് ഓരോ ചിത്രം കാണിച്ചിട്ടും അതിനകത്ത് ഉള്ള ആ ചിത്രത്തിലുള്ളത് അത് തന്നെയാണോ, ഇന്നതാണോ എന്ന് ചോദിക്കും. അപ്പോൾ അത് ആ ചിത്രത്തിലുള്ളതിനെ കുറിച്ച് തന്നെയാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ അത് യെസ് ആണ്, അപ്പോൾ ആം എന്ന് പറയണം. ഇല്ലെന്നുണ്ടെങ്കിൽ ന എന്ന് പറയും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഇവിടെ ഒരു കരടിയുടെ ചിത്രമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ കാണിച്ചിട്ട് ചോദിക്കുകയാണ് കിം ഏഷഃ ഗജഃ. അപ്പോൾ ഇത് ആനയാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആനയുടെ ചിത്രമല്ല, അപ്പോൾ കരടി എന്ന് പറയുമ്പോൾ ഭല്ലൂക്കഹയാണ് വരേണ്ടത്. അപ്പോൾ കിം ഏഷഃ ഗജഃ എന്ന് ചോദിക്കുമ്പോൾ അത് തെറ്റാണ്, അപ്പോൾ ന എന്ന് പറയണം. ന എന്നാണ് ഉത്തരം. അടുത്തത് ഒരു വൃക്ഷത്തിൻ്റെ ചിത്രമാണ് കാണിച്ചിരിക്കുന്നത്. അത് കാണിച്ചിട്ട് കിം ഏഷഃ ഗുൽമഃ. ഗുൽമഹ എന്ന് പറയുന്നത് ഒരു ഷ്രബ് അല്ലെങ്കിൽ ഒരു കുറ്റിച്ചെടി എന്ന് പറയുന്നതിനാണ് ഗുൽമഹ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമുക്ക് കാണിച്ചിരിക്കുന്ന ഒരു വൃക്ഷമാണെന്ന് ഇവിടെ വ്യക്തമാണ്. അപ്പോൾ ഈ ഗുൽമഹ എന്നുള്ള ചോദിക്കുമ്പോൾ ഒരു കുറ്റിച്ചെടി അല്ല ഇവിടെ കാണിച്ചിരിക്കുന്നത്, അപ്പോൾ അത് തെറ്റാണ്. കിം ഏഷഃ ഗുൽമഹ, അപ്പോൾ ഉത്തരം ന, അത് തെറ്റാണ്, അല്ല എന്നർത്ഥം. അടുത്തത് ഒരു ആൺകുട്ടി ബാലകഃ ചിത്രമാണ് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ചോദ്യം കിം ഏഷാ ബാലിക. ഇത് ഒരു പെൺകുട്ടിയാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അല്ല, അപ്പോൾ ന. കിം ഏഷാ ബാലിക ന, തെറ്റ്, അപ്പോൾ ന. അടുത്തത് ഒരു മാങ്ങ. കിം ഏതത് പുഷ്പം. ഇത് പുഷ്പമാണോ, പുഷ്പമല്ല കാണിച്ചിരിക്കുന്നത്, അപ്പോൾ ന എന്ന് ഉത്തരം പറയണം. ഇനി അടുത്തത് കുറച്ച് ഉദാഹരണം കൂടെ നോക്കാം. ഒരു മങ്കിയുടെ ചിത്രം കാണിച്ചിരിക്കുകയാണ്. അത് കാണിച്ചിട്ട് ചോദിക്കുകയാണ് കിം ഏഷഃ ഭല്ലൂക്കഃ. കരടിയാണോ ചോദിക്കുകയാണ്, അപ്പം തെറ്റാണ്, അതുകൊണ്ട് ന എന്ന ഉത്തരം. അടുത്തത് ഒരു ആട്, പെണ്ണാടാണ്. അപ്പോൾ ആ ആടിൻ്റെ ചിത്രം കാണിച്ചിട്ട് കിം ഏഷാ അജാ. അജ എന്ന് പറഞ്ഞാൽ പെണ്ണാടാണ്. അജഹ എന്ന് പറഞ്ഞാൽ ആണാടിന് പറയുന്നതും, അജ എന്ന് പറഞ്ഞാൽ പെണ്ണാട്. അപ്പോൾ കിം ഏഷാ അജ, അപ്പോൾ അത് ശരിയാണ്, അതുകൊണ്ട് ആം എന്ന് ഉത്തരം എഴുതണം. അടുത്തത് ഒരു വിമാനം. കിം ഏതത് വിമാനം. അപ്പോൾ ആം, അതെ, ഇത് വിമാനമാണ്. അടുത്തത് കിം ഏഷഃ രഥഃ. ഇതൊരു രഥമാണോ എന്നാണ് ചോദിക്കുന്നത്, അപ്പോൾ അത് ശരിയായതുകൊണ്ട് ആം. അപ്പോൾ ഇതാണ് നമ്മൾ ആം ന ഈ രണ്ട് പദങ്ങളുടെ ഉപയോഗം എങ്ങനെയാണ് എന്നുള്ളത് പഠിപ്പിച്ചത്. ഇനി അടുത്തത് അതുപോലെ തന്നെ അസ്ഥി നാസ്തി, ഇങ്ങനെ രണ്ട് പദങ്ങളുണ്ട്. അപ്പോൾ അസ്ഥി എന്ന് പറഞ്ഞാൽ ഒരു വസ്തു അല്ലെങ്കിൽ ഒരു വ്യക്തി അതവിടെ ഉണ്ട് എന്ന് പറയുന്നതിനാണ് നമ്മൾ അസ്ഥി എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ നാസ്തി എന്ന് പറയും. ഇല്ല എന്നുള്ളതാണെങ്കിൽ നാസ്തി. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എങ്ങനെയെന്ന് നോക്കാം. ഒരു വൃക്ഷം കാണിച്ചിട്ട് ചോദിക്കുകയാണ് കിം ഏഷഃ വൃക്ഷഃ അസ്തി. ഇത് വൃക്ഷമാണോ അല്ലെങ്കിൽ അത് അവിടെ ഒരു വൃക്ഷമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉത്തരം അത് ശരിയായതുകൊണ്ട് നമ്മൾ ഉത്തരം പറയുന്നത് ആം ഏഷഃ വൃക്ഷഃ അസ്തി എന്ന് പറയും. ഇനി അടുത്തത് ഒരു
പാരറ്റ്, ഒരു തത്തയുടെ ചിത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അത് കാണിച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കിം സഹ മയൂരഹ അസ്തി, ഇതൊരു മയിലാണോ പീക്കോക്കാണോ എന്നാണ് ചോദിക്കുന്നത്. ന, അപ്പോൾ അതല്ല, തെറ്റാണ്. അതുകൊണ്ട് ന സഹ മയൂരഹ നാസ്തി എന്ന് പറയണം, അല്ല. അപ്പോൾ ന സഹ മയൂരഹ നാസ്തി. എന്നിട്ട് അതിൻ്റെ കറക്റ്റ് ആൻസർ താഴെ കൊടുത്തിരിക്കുകയാണ്, സഹ ശുകഹ അസ്തി. അപ്പോൾ തത്തയ്ക്കുള്ള സംസ്കൃത വേർഡാണ് ശുകഹ. സഹ ശുകഹ അസ്തി എന്ന് പറയും. ഇനി അടുത്തതൊരു പ്രാവിൻ്റെ ചിത്രമാണ് കാണിച്ചിരിക്കുന്നത്. കാണിച്ചിട്ട് ചോദിക്കുകയാണ് കിം ഏഷഃ കപോതഃ അസ്തി. അപ്പോൾ അത് കറക്റ്റ് ആയതുകൊണ്ട് ആം ഏഷഃ കപോതഃ അസ്തി, ആം ഏഷഃ കപോതഃ അസ്തി. അടുത്തത് ഒരു സൗചികൻ്റെയാണ്, അതായത് തയ്യൽക്കാരൻ്റെ ചിത്രമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ കാണിച്ചിട്ട് ചോദിക്കുകയാണ് കിം സഹ സൗചികഃ അസ്തി, ഇതൊരു തയ്യൽക്കാരനാണോ അല്ലെങ്കിൽ ഒരു തയ്യൽക്കാരൻ അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അത് ഉണ്ട്, അത് ട്രൂ ആയതുകൊണ്ട് ആം സഹ സൗചികഃ അസ്തി അങ്ങനെ പറയും. ഇനി അടുത്തതായിട്ട് അതുപോലെ തന്നെ കുറച്ച് 3-4 ഉദാഹരണങ്ങളും കൂടെ. ഒരു അധ്യാപകൻ പഠിപ്പിക്കുകയാണ്, അതിൻ്റെ ചിത്രം. അപ്പോൾ കാണിച്ചിട്ട് ചോദിക്കുകയാണ് കിം ഏഷഃ വൈദ്യഃ അസ്തി, ഡോക്ടറാണോ അല്ലെങ്കിൽ ഡോക്ടർ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇത് ഡോക്ടറാണോ? അപ്പോൾ അതിൻ്റെ ഉത്തരം തെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ന ഏഷഃ വൈദ്യഃ നാസ്തി, അത് വൈദ്യനല്ല, ഡോക്ടറല്ല. ഏഷഃ അധ്യാപകഃ അസ്തി, ഏഷഃ അധ്യാപകഃ അസ്തി, അതാണ് അതിൻ്റെ ശരിയായ ഉത്തരം. ഇനി അടുത്തത് ഒരു സൈനികൻ. കിം സഹ സൈനികഃ അസ്തി, ആം സഹ സൈനികഃ അസ്തി, അത് കറക്റ്റ് ആയതുകൊണ്ട് ആം സഹ സൈനികഃ അസ്തി എന്ന് പറയും. അടുത്തത് ഒരാളുടെ ചിത്രം കാണിച്ചിരിക്കുകയാണ്. അയാൾ രോഗിയാണോ എന്നാണ് ചോദിക്കുന്നത്. കിം ഏഷഃ രുഗ്ണഃ അസ്തി, ന, അപ്പോൾ അയാൾ രോഗിയല്ല, അതുകൊണ്ട് ന ഏഷഃ രുഗ്ണഃ നാസ്തി, ഏഷഃ സ്വസ്ഥഃ അസ്തി, അതായത് ആരോഗ്യവാനാണ് എന്ന് പറയാണ്. ഏഷഃ സ്വസ്ഥഃ അസ്തി. അടുത്തത് ഒരു ബാർബറിൻ്റെ ചിത്രമാണ്. കിം സഹ രജകഃ അസ്തി, അത് അലക്കുകാരനാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് തെറ്റായതുകൊണ്ട് ന സഹ രജകഃ നാസ്തി, സഹ നാപിതഃ അസ്തി, സഹ നാപിതഃ അസ്തി. നാപിതഃ എന്ന് പറഞ്ഞാൽ ബാർബർ എന്നർത്ഥം. അപ്പോൾ ഇത്രയുമാണ് അസ്തി നാസ്തി ഇതിൻ്റെ പ്രയോഗം മനസ്സിലാക്കാൻ, ആ പദങ്ങളുടെ എങ്ങനെയാണ് അതിൻ്റെ യൂസ് വരുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇത് കാണിച്ച് പറഞ്ഞു തന്നതാണ്. അപ്പോൾ ഇതോടെ ഇന്നത്തെ പഠനം പൂർത്തിയാവും. ഹരി ഓം. ഇന്നത്തെ പഠനം നമുക്ക് ശാന്തി മന്ത്രം ചൊല്ലിക്കൊണ്ട് പൂർത്തിയാക്കാം. പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈകാരാന്ത സ്ത്രീലിംഗ പദങ്ങളും അവയുടെ വചനരൂപങ്ങൾ, അത് വ്യത്യസ്തമായിട്ടുള്ളതാണ്, ആകാരാന്തം പോലെയല്ല. അപ്പോൾ അതിൻ്റെ വചനരൂപങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെ ആം ന അസ്തി നാസ്തി ഇവയുടെ പ്രയോഗങ്ങൾ എങ്ങനെയാണ് വരുന്നതെന്നും പഠിച്ചു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചതൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. കൂടാതെ ഈ ചാനലിൻ്റെ ഫേസ്ബുക്ക് പേജായ സംസ്കൃതം ആദരം എന്ന ഫേസ്ബുക്ക് പേജിലും നിങ്ങൾക്ക് സംശയങ്ങൾ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇനി ഈ ചാനൽ പുതുതായി സന്ദർശിക്കുന്നവർ എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതിനായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.
നന്ദി.